ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാണ്ട് വിശേഷം സുഖമെന്ന് വിശ്വസിക്കുന്നു. ഒരു കിടിലെ ഒരു ഐറ്റം കിട്ടിയിട്ടുണ്ട്. മാങ്ങ, നല്ല നാട്ടുമാങ്ങ കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഐറ്റം, നല്ല പഴുത്ത മാങ്ങ. അത് പഴയ കാലത്തൊക്കെ ഇഷ്ടംപോലെ മാങ്ങ ഒക്കെ കിട്ടും. അതുകൊണ്ട് ഇപ്പം പുതിയൊരു ഐറ്റം നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്, മാമ്പഴ പുളിശ്ശേരി. അതുകൊണ്ട് നമുക്ക് നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലാസ്റ്റ് ഒരു ബെല്ലൂടെ അടിക്കണേ. ഇവരെ നമുക്ക് തൊലി കളഞ്ഞുകൊണ്ട് വരാം. മാങ്ങ ഒക്കെ കഴുകി വെച്ചിരിക്കുകയാണ്. ഇവനെ നമുക്ക് തൊലി കളഞ്ഞെടുക്കാം. തൊലി ചെത്തിയിട്ട് ഇങ്ങനെ ഇരിച്ചെടുക്കണം. നല്ലപോലെ ഇരിച്ചെടുക്കണം. പിച്ചാത്തി കൊണ്ടങ്ങ് ഇരിച്ചെടുക്കണം. അധികം മാംസമൊക്കെ വരാത്ത രീതി പതുക്കെ വേണം ചെയ്യാനായിട്ട്. ഇത് പൊളിച്ചപ്പോഴേ നല്ല മണം. നമുക്ക് പൊളിച്ചിട്ട് കാണാം. നമ്മൾ ലാസ്റ്റ് മാങ്ങായും പൊളിച്ച് കഴിഞ്ഞു. അടുത്ത നമുക്ക് അടുപ്പിലോട്ട് വെക്കാനായിട്ടുള്ള സെറ്റപ്പിലേക്ക് പോകാം. ഇതിൻ്റെ അകത്തോട്ട് കുടഞ്ഞിടാം. 1/2 ടീസ്പൂണ് ഉപ്പുപൊടി ഇട്ട്, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട്, ഒരു 3 പച്ചമുളക് കീറിയത്, ശകലം കരിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ശകലം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. വേകാനായിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഇതിനെ നമുക്ക് വേകാനായിട്ട് ഒന്ന് അടച്ചു കൊടുക്കാം. ഈ വേകുന്ന സമയം കൊണ്ട് നമ്മൾ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂണ് ചെറിയ ജീരകമുണ്ട്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, ജീരകം കൂടി ഇട്ട് കൊടുക്കാം. ഇവനെ നമുക്ക് അരച്ചോണ്ട് വരാം. തേങ്ങ നമ്മൾ അരച്ചോണ്ട് വന്നിട്ടുണ്ട്. ഇവനെ നമുക്കൊന്ന് തുറന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. എൻ്റെ അമ്പമ്പോ, മാങ്ങയുടെ നല്ല മണം, നല്ല വെന്തിട്ടൊക്കെ ഉണ്ട്. നമുക്ക് ഇച്ചിരി അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ അകത്തോട്ട് നെയ്യും കൂടി ഒഴിച്ചപ്പോൾ നല്ല മണം. തേങ്ങയെ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല സൂപ്പർ മണം. പഴയ കാലത്തൊക്കെ ഇഷ്ടം പോലെ മാങ്ങ പുളിശ്ശേരിയൊക്കെ കഴിച്ചിട്ടുണ്ട്, മാമ്പഴ പുളിശ്ശേരി. ചെറുതായിട്ട് തിളയ്ക്കണ്ട, ചെറുതായിട്ട് ചൂടായിട്ടതേ ഉള്ളൂ. നമുക്ക് ഈ തൈരും കൂടെ 1 കപ്പ് തൈരും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇതിനെ കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. തീ നമുക്ക് ഓഫാക്കിയേക്കാം. ഇളയ്ക്കാൻ പാടില്ലാത്തതുകൊണ്ട് തീ അങ്ങ് ഓഫാക്കി ഇവനെ നമുക്ക് താത്ത് വെക്കാം. നമുക്ക് കടുകൊക്കെ ഒന്ന് താളിക്കാനുണ്ട്, താളിക്കാനായിട്ട് വെക്കാൻ പോകാം. താളിക്കാനായിട്ട് അടുപ്പ് കത്തിച്ചിട്ടുണ്ട്, പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ അകത്ത് എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് 1/2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണ് ഉലുവായും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു 3 പത്തിലമുളകും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തേക്കാം. അത് നമുക്ക് മുറിച്ചിട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ അകത്ത് നമുക്ക് ആവശ്യത്തിനുള്ള കരിവേപ്പില കൂടെ ഇട്ട് കൊടുത്തേക്കാം. അതിൻ്റെ സൂപ്പർ മുളകൊക്കെ അടിക്കാൻ തുടങ്ങി. പഴയ കാലത്തൊക്കെ മാമ്പഴ പുളിശ്ശേരി എന്ന് പറഞ്ഞാൽ അത് മതി ഒരു പ്ലേറ്റ് ചോറുള്ളതിനായിട്ട്, വേറെ ഒന്നും വേണ്ട. സൂപ്പർ ഐറ്റമാണ്. നമ്മൾ ഒരു പ്ലേറ്റ് ചോറുള്ള പിള്ളേർക്ക് എല്ലാം ഇഷ്ടമുള്ള സാധനമാണ്. താളിച്ച് വെച്ചത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. മാങ്ങ എടുത്ത് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. മാങ്ങയ്ക്കകത്തോട്ട് നമുക്ക് ഈ താളിച്ചത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ അകത്ത് നമ്മൾ മധുരമൊന്നും ചേർത്തിട്ടില്ല. നല്ല മധുരമുള്ള മാങ്ങ ആയിരുന്നു, നാട്ടുമാങ്ങ ആയതുകൊണ്ട് മധുരമൊന്നും ചേർത്തിട്ടില്ല. ആവശ്യമുള്ളവർ ഉണ്ടാക്കുമ്പോൾ പുളിയുള്ള മാങ്ങ ആണെങ്കിൽ ശകലം മധുരം കൂടെ ചേർക്കുന്നത് നല്ലതാണ്. ഇതിന് മധുരം ചേർക്കേണ്ട ആവശ്യമില്ല, നല്ല മധുരമുള്ള മാങ്ങ ആയതുകൊണ്ട്. പിന്നെ നമുക്കൊന്ന് ഇളക്കിയും കൂടെ കൊടുക്കാം. നല്ല സൂപ്പറായിട്ട് ഇതായി. നമുക്കൊന്ന് ഉപ്പുണ്ടോ എന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് നോക്കാം.
എൻ്റെ അമ്പമ്പോ സൂപ്പർ ഐറ്റം. കാരണം നല്ല മധുരവും പുളിപ്പും എല്ലാം കൂടെ ആയപ്പോൾ നല്ല അടിപൊളി സൂപ്പർ മാങ്ങാ പുളിശ്ശേരി. താളിച്ച് കഴിഞ്ഞ് 10 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇവനെ നമുക്ക് തുറന്നു നോക്കാം. എൻ്റെ അമ്പമ്പോ സൂപ്പർ മാങ്ങാടയും ആ നെയ്യുടെയൊക്കെ മണം നല്ല സൂപ്പറായിട്ട് കറക്റ്റായിട്ടുള്ള ഗ്രേവി. അതേണ്ട ഗ്രേവി എന്ന് പറഞ്ഞാൽ വെള്ളമൊന്നും അധികം ഇല്ലാതെ നല്ല സൂപ്പറായിട്ടുള്ള ഇതായി നല്ല കൊഴുപ്പോടെയിട്ട് ഇതുപോലെ വേണം മാങ്ങ പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട്. ഇവരെ നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഗ്രേവിയോട് ഒഴിച്ചു കൊടുക്കാം. എൻ്റെ അമ്പമ്പോ സൂപ്പർ മണം. ഇതിനെ ഒന്ന് കഴിച്ചു നോക്കിയാലോ. കറക്റ്റ് പുളിയും മധുരവും ആ നെയ്യുടെയൊക്കെ സ്വാദെന്ന് പറഞ്ഞാൽ പ്രത്യേക സ്വാദം. നെയ്യൊക്കെ ഒഴിച്ചപ്പോഴത്തേന് ഇത് മാത്രം മതി. എൻ്റെ അമ്പമ്പോ എനിക്ക് പറയാൻ വാക്കുകളില്ല. ഒരു പ്ലേറ്റ് ചോറുണ്ണ, ചോറിൻ്റെ കൂടെ ഇച്ചിരി ഇത് അടിച്ചു പൊളിച്ചു. ഇത് നിങ്ങളെല്ലാം വീട്ടിലെല്ലാം ഇത് ഉണ്ടാക്കി നോക്കണം. ഇത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ലാസ്റ്റ് ഒരു ബെല്ലൂടെ അടിച്ചേക്കണേ. അടിച്ചു പൊളിച്ചു സൂപ്പർ ഐറ്റം. അപ്പം അടുത്ത നമുക്ക് വീഡിയോയിലേക്ക് ടാറ്റ ബൈ ബൈ.